So basically there are two methods in plastic analysis, statical method and kinematic method. So first of all we will go for the first method. We shall see how to solve problems, how to carry out the analysis using statical method. So in this method the bending moments are sufficient points are equated with the plastic moment and collapse load is calculated. Sufficient പോയിന്റ്സിലുള്ള ബെൻഡിങ് മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അത് പ്ലാസ്റ്റിക് മൊമെന്റുമായിട്ട് ഇക്വേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ഈ ഒരു മെത്തേഡിൽ കൊളാപ്സ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് സീ വൺ പ്രോബ്ലം. Determine the collapse load WC in a simply supported beam subjected to a single concentrated load at the midspan. So this is our simply supported beam. This beam is subjected to a single concentrated load at the center at a distance L by 2 from the supports. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിലാണ് നമ്മൾ WC അല്ലെങ്കിൽ കൊളാപ്സ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ബൈ സ്റ്റാറ്റിക്കൽ മെത്തേഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ നോക്കേണ്ടത് സ്ട്രക്ചർ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആണോ ഇൻഡിറ്റർമിനേറ്റ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ സ്ട്രക്ചർ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് അല്ലേ. ഇവിടെ there are 3 reaction components, ഇവിടെ 2, ഇവിടെ 1. So 3 reaction components are there. Static indeterminacy is 0. അപ്പോൾ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ട്രക്ചറിൽ ഒറ്റൊരു പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്താൽ തന്നെ അവിടെ ഒരു കൊളാപ്സ് മെക്കാനിസം ഫോം ആവും. ഒരു ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ ആയതുകൊണ്ട് ഫോർമേഷൻ ഓഫ് വൺ ഹിഞ്ച് ഇൻ ദ ബീം, ഒറ്റൊരു പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ആയാൽ തന്നെ അവിടെ സ്ട്രക്ചർ ഒരു കൊളാപ്സിലേക്ക് പോകും, അവിടെ ഒരു കൊളാപ്സ് മെക്കാനിസം ഡെവലപ്പ് ആവും. സോ ആ പ്ലാസ്റ്റിക് ഹിഞ്ച് എവിടെയാണ് ഫോം ആവാനുള്ള സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റിലാണ് ആ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ആവാനുള്ള സാധ്യത. യൂഷ്വലി മൊമെന്റ് കൂടുന്ന സ്ഥലങ്ങളിലാണ് പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ആവാനുള്ള സാധ്യത. ഒരു ഫിക്സ്ഡ് എൻഡ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഹിഞ്ച് ഫോം ആവാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നമുക്കുള്ളത് 2 ഹിഞ്ചസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ലോഡിൻ്റെ അണ്ടറിലുള്ള ഒറ്റൊരു പോയിന്റിലാണ് ഇവിടെ ഹിഞ്ച് ഫോം ആവാനുള്ള സാധ്യതയുള്ളത്. ഒറ്റൊരു ഹിഞ്ചിൻ്റെ ഫോർമേഷൻ കൊണ്ട് തന്നെ ഇവിടെ കൊളാപ്സ് മെക്കാനിസം ഡെവലപ്പ് ആവും. ഇത് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയതുകൊണ്ട്. സോ സിൻസ് മൊമെന്റ് ഇസ് മാക്സിമം അണ്ടർ ദ ലോഡ്, ഹിഞ്ച് വിൽ ബി ഫോംഡ് അറ്റ് ദാറ്റ് പ്ലേസ്. ലോഡിൻ്റെ അണ്ടറിലാണ് മൊമെന്റ് കൂടാനുള്ള സാധ്യത. സോ അവിടെ തന്നെയാണ് ഹിഞ്ച് ഫോർമേഷനുള്ള ചാൻസും. അപ്പോൾ അവിടെയുള്ള മൊമെന്റിന്, അതായത് നമ്മൾ ഹിഞ്ച് ഫോം ആവാൻ ചാൻസ് ഉള്ള ഏരിയയിലുള്ള പ്ലേസിലുള്ള ആ ഒരു പോയിന്റിലുള്ള മൊമെന്റിനെയാണ് നമ്മൾ പ്ലാസ്റ്റിക് മൊമെന്റുമായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ദ ബെൻഡിങ് മൊമെന്റ് അണ്ടർ ദ ലോഡ്, നമ്മുടെ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ഒരു സിംഗിൾ കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് ആ പോയിന്റിലുള്ള ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ഇസ് WL/4. സോ ലെറ്റ് MP ബി ദ പ്ലാസ്റ്റിക് മൊമെന്റ്. പ്ലാസ്റ്റിക് മൊമെന്റ് നമ്മൾ ഈ ഒരു മാക്സിമം മൊമെന്റുമായിട്ട് ഇക്വേറ്റ് ചെയ്യാണ്. സോ if MP is the plastic moment, MP is equal to WL/4. And for plastic moment to be produced, plastic moment ഉണ്ടാവണമെങ്കിൽ W must be equal to WC അല്ലേ. നമ്മളെപ്പോഴാണ് പ്ലാസ്റ്റിക് മൊമെന്റ് ഉണ്ടാവുന്നത്, നമ്മൾ യൂണിക്നെസ് തിയറത്തിൽ പറയുന്നത് W ഈക്വൽ ടു WC ആവുമ്പോഴാണ് അവിടെ പ്ലാസ്റ്റിക് മൊമെന്റ് ഡെവലപ്പ് ആവുന്നത്. സോ MP ഇസ് ഈക്വൽ ടു WC ഇൻറ്റു L/4. നമ്മൾ Wനെ WC ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. W is equal to WC എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ MP is equal to WC into L/4. And from this our collapse load WC is equal to 4 MP by L. 4 MP by 4 അല്ല, 4 MP by L. ഈ ഒരു ഇക്വേഷൻ MP is equal to WC L/4 എന്ന് നമുക്ക് കിട്ടുന്നത് collapse load WC is equal to 4 MP by L. So that is how we calculate the collapse load. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കേസാണ് കൊളാപ്സ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്നത് ഒന്നുമില്ല, പ്ലാസ്റ്റിക് ഹിഞ്ച് ഏത് പോയിന്റിലാണ് ഫോം ആവുക എന്നുള്ളത് ആദ്യം ആലോചിക്കുക. ആ പോയിന്റിലുള്ള ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് ഈക്വൽ ടു പ്ലാസ്റ്റിക് മൊമെന്റ് എന്ന് എഴുതുക. അതിനുശേഷം ലോഡ് ഈക്വൽ ടു കൊളാപ്സ് ലോഡ് എന്ന്
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം കൊളാപ്സ് ലോഡിൻ്റെ വാല്യൂ ആ ഇക്വേഷനിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ദിസ് ഈസ് ദ simplest analysis problem in statical method. So let's see another problem in this statical method ൽ തന്നെ next problem നമുക്ക് നോക്കാം. Determine the collapse load in case of a propped cantilever loaded as shown in the figure. So this is our propped cantilever. ഈ ഒരു സ്ട്രക്ചറിലാണ് കൊളാപ്സ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊരു പ്രോപ്ഡ് കാന്റിലീവർ ആണ്. ഒരു എൻഡ് ഫിക്സ്ഡ് ആണ്, അതർ എൻഡ് there's a roller and there's a load at a distance a from the fixed end and b from the roller. So ഇങ്ങനെയുള്ള ഒരു സ്ട്രക്ചറിലാണ് നമ്മൾ ഇനി കൊളാപ്സ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് സീ ഇഫ് ദ സ്ട്രക്ചർ ഇസ് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ഓർ ഇൻഡിറ്റർമിനേറ്റ്. സോ ഇവിടെ നമുക്കറിയാം സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി ഇസ് ഈക്വൽ ടു 3 + 1 - 3 ദാറ്റ് ഇസ് ഈക്വൽ ടു 1. അതായത് ഈ സ്ട്രക്ചറിൻ്റെ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി എന്ന് പറയുന്നത് 1 ആണ്. ഒറ്റൊരു സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി ആണുള്ളത്. അതുകൊണ്ട് രണ്ട് പ്ലാസ്റ്റിക് ഹിഞ്ചസ് ഫോം ആയാൽ ഈ സ്ട്രക്ചറിൽ ഒരു കൊളാപ്സ് മെക്കാനിസം ഡെവലപ്പ് ആവും. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസിനേക്കാളും ഒന്നെങ്കിലും കൂടുതലായിരിക്കണം ഒരു കൊളാപ്സ് മെക്കാനിസം ഡെവലപ്പ് ആവേണ്ടത്. അപ്പം ഇവിടെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി കഴിഞ്ഞ പ്രോബ്ലത്തിൽ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ കേസിൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി 0 ആയിരുന്നു. അതുകൊണ്ട് ഒറ്റൊരു ഹിഞ്ചിൻ്റെ ഫോർമേഷൻ തന്നെ കൊളാപ്സ് മെക്കാനിസം ക്രിയേറ്റ് ചെയ്യും. പക്ഷേ ഇവിടെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി 1 ആണ്. സോ 2 ഹിഞ്ചസ് ഷുഡ് ബി ഫോംഡ് ഇൻ ദ ബീം ടു ഡെവലപ്പ് എ കൊളാപ്സ് മെക്കാനിസം. ഇനി അത് എവിടെയാണെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് മൊമെൻറ്റ് കൂടുതലുള്ള പ്ലേസസിലാണ് പ്ലാസ്റ്റിക് ഹിഞ്ചസ് ഫോം ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ അതിനുള്ള ചാൻസ് വരുന്നത് ഒന്ന് ഫിക്സ്ഡ് എൻഡിലാണ്, പിന്നൊന്ന് ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റിലാണ്. അപ്പോൾ 2 ഹിഞ്ചസ് ആണ് ഇവിടെ ഡെവലപ്പ് ആവുന്നത്. ഒന്ന് ഫിക്സ്ഡ് എൻഡിലും മറ്റൊന്ന് ലോഡിംഗ് പോയിന്റിലും. സോ 2 hinges are required to form a collapse mechanism. One at the fixed end and one on the beam under the load. അല്ലെങ്കിൽ ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റിലാണ് അടുത്ത ഹിഞ്ച് ഡെവലപ്പ് ആവുന്നത്. അപ്പോൾ അവിടേക്കുള്ള ബെൻഡിങ് മൊമെന്റ് ആണ് നമ്മൾ ഇനി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് ഈ ഒരു സ്ട്രക്ചറിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ആണ് ഈ വരച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 പോയിന്റ്സിലാണ് മൊമെന്റ് ഈക്വൽ ടു പ്ലാസ്റ്റിക് മൊമെന്റ് ആയിരിക്കുന്നത്. അത് ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ഫിക്സ്ഡ് എൻഡിന്റെ പോയിന്റ് ആണ്. അപ്പോൾ അവിടെയുള്ള മൊമെന്റ് ഇതാണ് നമ്മുടെ സ്ട്രക്ചറിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം എന്ന് പറയുന്നത്. ഇതൊന്നുമില്ല, ഇത് ഫ്രീ മൊമെന്റ് ഡയഗ്രം ആണ്. ഈ കാണുന്നതാണ് ഫ്രീ മൊമെന്റ് ഡയഗ്രം. അവിടെ നമുക്കറിയാം WAB/L ആണ് ഓർഡിനേറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ആയിട്ട് സ്ട്രക്ചേഴ്സിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം നമ്മൾ വരയ്ക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എൻഡ് മൊമെന്റ് വാല്യൂവും അതുപോലെ ഫ്രീ മൊമെന്റ് ഡയഗ്രാം കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഫ്രീ മൊമെന്റ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇതാണ് എൻഡ് മൊമെന്റിന്റെ വാല്യൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 പ്ലേസസിലാണ് ബെൻഡിങ് മൊമെന്റ് ഈക്വൽ ടു പ്ലാസ്റ്റിക് മൊമെന്റ് ആവുന്നത്. അത് ഒന്ന് ഫിക്സ്ഡ് എൻഡിലാണ്, പിന്നൊന്ന് നമ്മുടെ ലോഡിന്റെ അണ്ടറിലാണ്. അപ്പോൾ ഇവിടെ ലോഡിന്റെ അണ്ടറിലുള്ള ഫ്രീ മൊമെന്റ് ഡയഗ്രത്തിന്റെ ഓർഡിനേറ്റ് WAB/L ആണ്. പ്ലീസ് നോട്ട് ദാറ്റ് പോയിന്റ്. ഫ്രീ മൊമെന്റ് ഡയഗ്രത്തിന്റെ ഓർഡിനേറ്റ് ആണ് WAB/L. പക്ഷെ എഫക്റ്റീവ് മൊമെന്റ് എന്ന് പറയുന്നത് ഈ ഷെയ്ഡ് ചെയ്ത പോർഷൻ മാത്രമാണ്, അല്ലേ? ഇത് പോസിറ്റീവ് മൊമെന്റും അതുപോലെ എൻഡ് മൊമെന്റ് നെഗറ്റീവ് മൊമെന്റും ആണെങ്കിലും നമ്മൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷനാണ് എഫക്റ്റീവ് ആയിട്ടുള്ള മൊമെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്കറിയാം ഫ്രീ മൊമെന്റ് ഡയഗ്രാം അതുപോലെ എൻഡ് മൊമെന്റ് ഡയഗ്രാം കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഫ്രീ മൊമെന്റ് ഡയഗ്രാം ആണ്. ഈ കാണുന്നത് ഈ ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഫ്രീ മൊമെന്റ് ഡയഗ്രാം ആണ്. അതിന്റെ ലോഡിന്റെ അണ്ടറിലുള്ള ഓർഡിനേറ്റ് എന്ന് പറയുന്നത് WAB/L ആണ്. ഇതാണ് എൻഡ് മൊമെന്റ് ഡയഗ്രാം. അപ്പോൾ എഫക്റ്റീവ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് ഈ ഷെയ്ഡ് ചെയ്ത പോർഷനിലുള്ളത് മാത്രമാണ് എഫക്റ്റീവ് ബെൻഡിങ് മൊമെന്റ് വരുന്നത്. അപ്പോൾ 2 പോയിന്റ്സിലാണ് നമുക്ക് പ്ലാസ്റ്റിക് മൊമെന്റ്സ് ആവുന്നത്. ഒന്ന് ഫിക്സ്ഡ് എൻഡിലുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഓർഡിനേറ്റ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു MP. ഫിക്സ്ഡ് എൻഡിലുള്ള മൊമെന്റിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിലുള്ള
ഓർഡിനേറ്റ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് എൻഡിലുള്ള ഓർഡിനേറ്റ് വിൽ ബി ഈക്വൽ ടു പ്ലാസ്റ്റിക് മൊമെന്റ്. അതുപോലെ നമ്മുടെ ലോഡിന്റെ അണ്ടറിലുള്ള ഓർഡിനേറ്റും വിൽ ബി ഈക്വൽ ടു പ്ലാസ്റ്റിക് മൊമെന്റ്. എഫക്റ്റീവ് മൊമെന്റിന്റെ ഓർഡിനേറ്റ് ആണ് നോക്കേണ്ടത്. എഫക്റ്റീവ് മൊമെന്റ് ഓർഡിനേറ്റ് ഈക്വൽ ടു എം പി ആണ്. ടോട്ടൽ ഓർഡിനേറ്റ് അതായത് ഫ്രീ മൊമെന്റ് ഡയഗ്രത്തിന്റെ ഓർഡിനേറ്റ് ആണ് WAB/L. പക്ഷെ നമ്മൾ എൻഡ് മൊമെന്റും കൂടി വരച്ചു കഴിഞ്ഞ് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്ന പോർഷൻ ആണ് എഫക്റ്റീവ് മൊമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എഫക്റ്റീവ് മൊമെന്റിന്റെ ഓർഡിനേറ്റ് ആണ് MP. ലോഡിന്റെ അണ്ടറിലുള്ള എഫക്റ്റീവ് മൊമെന്റിന്റെ ഓർഡിനേറ്റ് ആണ് MP. ഇവിടെ അതുപോലെ എഫക്റ്റീവ് മൊമെന്റിന്റെ ഓർഡിനേറ്റ് ആണ് MP എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചെറിയൊരു പോർഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ഒരു ഓർഡിനേറ്റ് എന്താണെന്നുള്ളത് എക്സ് എന്ന് പറയുന്ന ഓർഡിനേറ്റ് എന്താണെന്ന് അറിയണം. സോ ഈ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സിമിലർ ട്രയാങ്കിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ x/MP ഇസ് ഈക്വൽ ടു B/L. ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഈ ഒരു വലിയ ട്രയാങ്കിളിൻ്റെ സിമിലർ ട്രയാങ്കിൾ ആണ് ഈ ചെറിയ ട്രയാങ്കിൾ വരുന്നത്. സോ x/MP ഇസ് ഈക്വൽ ടു B/L. So from which x is equal to MP into B/L. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലോഡിൻ്റെ അണ്ടറിലുള്ള ഓർഡിനേറ്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഓർഡിനേറ്റ് എന്ന് പറയുമ്പോൾ MP പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു WAB/L എന്ന് നമുക്കറിയാം. ഓർ ദിസ് WAB/L ഇസ് ഈക്വൽ ടു MP പ്ലസ് എക്സ്. സോ ഹിയർ WAB/L is equal to MP plus MP into B/L. ഇവിടെ നമ്മൾ ഓൾറെഡി പ്ലാസ്റ്റിക് മൊമെന്റ് ആണെങ്കിൽ നമ്മുടെ W is equal to WC ആണ്. അതുകൊണ്ടാണ് WCAB/L എന്ന് എഴുതിയിരിക്കുന്നത്. സോ WCAB/L is equal to MP plus MP into B/L. ഇതെന്താണ്? X ആണ്. സോ ഫ്രം ഹിയർ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ WC or collapse load is equal to L plus A/AB into MP എന്ന് നമുക്ക് കിട്ടും. So this is our collapse load for a propped cantilever subjected to the loading as in this figure.